ഹലോ ഫ്രണ്ട്സ്, ലീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പൊട്ടിക്കനെ കൊണ്ട് ഒരു ഓലന വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടി 2-3 ചെറിയ പൊട്ടിക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കുട്ടി കുട്ടിയായിട്ട് കട്ട് ചെയ്യുക. 10 മിനിറ്റ് മാത്രം മതി ഇതിന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. തേങ്ങ ചിരവി മിക്സിയിലിട്ടിട്ട് നല്ലോണം ഗ്രൈൻഡ് ചെയ്തിട്ട് പാലെടുത്തിട്ട് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി കുട്ടി കുട്ടിയായി അരിഞ്ഞ് വെച്ച പൊട്ടിക്ക വന്നിട്ട് നമുക്ക് എപ്പോഴും ഓല വെക്കുമ്പോൾ എടുക്കേണ്ടത് മൂത്തതായിട്ടുള്ളത് എടുക്കരുത്, ചെറുതായിട്ടുള്ളത് വിളയാത്തത് എടുത്തിട്ട് വേണം നമുക്ക് വന്നിട്ട് ഓല വെക്കാൻ എടുക്കാൻ. അപ്പോൾ ഞാൻ ഇത് ഫുള്ളാக കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അടുപ്പിലോട്ട് വെച്ച് നമുക്ക് തിളപ്പിച്ച് വേവിച്ചെടുക്കണം. ഞാൻ അടുപ്പിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അധികം വെള്ളം ഒഴിക്കരുത്. നമ്മൾ തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലോണം മൂടി വേവിക്കുക കുറച്ച് സമയം. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കണം. പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ, മുളക് പൊടിയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതിലിട്ട് കൊടുക്കണം. അപ്പോൾ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുക. വെറും 10 മിനിറ്റ് വേണ്ടു ഇത് വെന്ത് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കറി റെഡി. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നാണ് നമ്മൾ എടുക്കുമ്പോൾ അധികം മൂക്കാത്ത നോക്കിയിട്ട് എടുക്കണം. വെള്ളരിക്ക ആയിക്കഴിഞ്ഞാലും കക്കിരിക്ക ആയിക്കഴിഞ്ഞാലും എന്തായിക്കഴിഞ്ഞാലും മൂക്കാതെ നോക്കി എടുത്തു കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അതിൻ്റെ തേങ്ങ ഞാൻ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് നമുക്ക് പാല് പിഴിഞ്ഞെടുക്കണം. അപ്പോഴേക്കും ഇതൊരു വിധം വെന്തിട്ടുണ്ട്. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഉപ്പ് വേണ്ടിക്കൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാൽ അതിലോട്ട് ഒഴിച്ച് കൊടുക്കണം. ഞാൻ തേങ്ങാപ്പാൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സദ്യയിൽ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയായത്. അപ്പോൾ തേങ്ങാപ്പാൽ ഞാൻ ഒഴിച്ചു കൊടുത്തു അതിൽ. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിൻ്റെ മേലെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്താൽ നമ്മൾ ഓലനട അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഇടണം. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്താലേ എനിക്ക് വീഡിയോ ചെയ്യാനൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരും. അപ്പോഴേക്കും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ഇടണം. അത് കാണുമ്പോഴുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാം, അത്രയേ പറയുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ മേലെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്ത് നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറിയെല്ലാം ഓലൻ, സദ്യയിലെ ഓലൻ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.